സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചി പറഞ്ഞുകൊണ്ട് നിൽക്കും, ഇന്ന് സുധിയുടെ കല്യാണം നടക്കും, അവൻ ഇനി ഒളിച്ചോടി പോകും, ഈ കല്യാണം നടക്കുമെന്ന് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് സുധീനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും കേട്ടിട്ട് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അതിനുശേഷം ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, എന്നാൽ ഞാൻ വണ്ടി ഓടിക്കാൻ പോകുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോകുവാണ്. സച്ചി വണ്ടി ഓടിക്കാനൊക്കെ പോയി. കുറേ നേരമായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്താൽ വിളിച്ചിട്ട് ശ്രുതിനെ കിട്ടുന്നില്ല. അന്നേരപ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് ഭയങ്കര ടെൻഷൻ. ദൈവമേ, ശ്രുതിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, ഇനി ശ്രുതിനെ എന്ത് ചെയ്യും, ശ്രുതിനെ എവിടെ? അപ്പോൾ എല്ലാവരും സമാധാനിപ്പിക്കുന്നുണ്ട്, വണ്ടിയിലായിരിക്കും, അതായിരിക്കും വിളിക്കാത്തത്. ശ്രുതിനെ ആണെങ്കിൽ ഇങ്ങനെ ശ്രുതി വിളിച്ചുകൊണ്ടിരിക്കുക. ശ്രുതിയാണെങ്കിൽ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് കൂട്ടുകാർ പറയും, നീ ഇങ്ങനെ കോളൊന്നൊക്കെ അറ്റൻഡ് ചെയ്യാതിരുന്ന എന്താകും പ്രശ്നം? അതിനിപ്പം ആ പിയ ഇനി വരുമോ എന്ന് പോലും അറിയില്ല. നമ്മളിനി അവൻ വരും എന്ന് പേടിച്ചിങ്ങനെ ഇരിക്കുമല്ലാതെ ഇനി എന്ത് ഇങ്ങനെ വെറുതെ സമയം കളയാല, നമുക്കിനിയിപ്പോൾ അങ്ങോട്ടേക്ക് പതിയും കോൾ എടുത്ത് അറ്റൻഡ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്താണേലും എനിക്കിനി ഈ കാര്യമല്ല ഒന്ന് ശ്രുതിയോട് പറയണം എന്ന് പറയും. അപ്പോൾ ചോദിക്കും, എന്നാൽ പിന്നെ അതിപ്പോൾ പറഞ്ഞുകൂടെ, അങ്ങനെ പറഞ്ഞുകൂടെ നീ? പിന്നെ അപ്പോഴത്തേക്കും പറയും, ഇനിയിപ്പോൾ കല്യാണത്തിൽ നിന്ന് ഞാൻ പിന്മാറുവാന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയും. അപ്പോൾ കൂട്ടുകാർ പറയുന്നത്, നിനക്ക് എന്തിനാ ഇപ്പം ആയിട്ട് നീ പിന്മാറുന്നത്? ഇനി എന്താണല്ലോ ആ പിയ ഇപ്പോൾ വരുമോയെന്നൊന്നും അറിയില്ല, നമുക്ക് എന്നാളോ അമ്പലത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ക്ഷേത്രത്തിലേക്ക് പോകുവാണ്. ശ്രുതി ആകെ ടെൻഷനായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ശ്രുതിയുടെ വണ്ടി ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ ചന്ദ്രമതി ഓടി ചെന്നേച്ച് പറയുന്നത്, എന്താ താമസിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് പറയും, എത്ര വേഗം മുഹൂർത്തം കഴിയുന്നതിന് മുന്നേ വേഗം പോയി നിങ്ങൾ ഡ്രസ്സ് മാറാനൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതിക്ക് ആടെ മുഖത്തൊക്കെ ആകെ ടെൻഷനായിട്ട്. അപ്പോൾ ശ്രുതിയുടെ എല്ലാവരും എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കും, ഒന്നുമില്ല, കല്യാണത്തിൻ്റെ ടെൻഷനാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും കൂട്ടുകാരിയും ശ്രുതിയും കൂടെ ഡ്രസ്സ് മാറാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ശ്രുതി വിളിച്ചിട്ട്, എനിക്ക് ശ്രുതിയോട് സംസാരിക്കണം, ഞാൻ എന്നാൾ ശ്രുതിയോട് ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ശ്രുതിയോട് ഞാൻ സംസാരിച്ചിട്ടേ ഉള്ളൂ, എന്നിട്ട് ശ്രുതിയുടെ തീരുമാനം അറിഞ്ഞിട്ട് ഞാൻ എന്താണേലും ഡ്രസ്സ് മാറുന്നുള്ളൂ എന്ന് പറയാം. അപ്പോൾ കൂട്ടുകാർ പറയും, നീ ഇത്രയും വരെ എത്തിക്കുമ്പോൾ ഇതിന് മുന്നേ നിനക്ക് സത്യം പറയാനൊരു അവസരമൊക്കെ ഉണ്ടായിരുന്നു, നീ അതൊന്നും പറഞ്ഞില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ എന്താണേലും ഞാനിപ്പോൾ പറയാൻ പോയി, എനിക്കിനി പറ്റത്തില്ല ഈ ടെൻഷൻ മുഴുവൻ അനുഭവിക്കുക എന്ന് പറയുകയാണ്. എന്നിട്ട് തന്നെ ശ്രുതി വേഗം ഫോൺ എടുത്തിട്ട് ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, ഞാനിങ്ങനെ വലിയ കോടീശ്വരിയുടെ മോളൊന്നും അല്ല എന്നുള്ള കാര്യമൊക്കെ പറയാൻ വേണ്ടി ഇങ്ങനെ തീരുമാനിക്കുവാണ്. അതേസമയം രേവതി ഒക്കെയാണ് ഇങ്ങനെ അമ്പലത്തിൽ മാലയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്ക് ഇവർക്കുള്ള മാലയൊക്കെ കെട്ടിക്കഴിയാറായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് വരുന്നുണ്ട്. അപ്പോൾ രേവതിയുടെ അനിയത്തി ഉണ്ടായിട്ട് അവർ ഭയങ്കര വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് മാല കെട്ടാൻ അറിയോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞിരിക്കുവാണ്. അപ്പോൾ ശ്രീകാന്തിന് രേവതിയുടെ അനിയത്തിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു രീതിയിലേക്കാണ് അവരുടെ സംസാരമൊക്കെ കേൾക്കുന്നത്. അപ്പോഴത്തേക്കും പക്ഷേ അത് അവർ അങ്ങനെ പറയുന്നൊന്നുമില്ല. പക്ഷേ ആ ഒരു രീതിയിലേക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ രണ്ടുപേരുടെ ഇഷ്ടം അങ്ങനെ തുറന്ന് പറഞ്ഞിട്ടും അങ്ങനെ അത് ഒന്നൊന്നും എപ്പിസോഡിൽ കാണിക്കുന്നില്ല. അപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ സച്ചിനെ വിളിക്കുക, നിങ്ങൾ എന്താ ഇത്രയും നേരമായിട്ട് വരാത്തത്, എവിടെയാന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ വണ്ടി ഓടിക്കാൻ പോയി, നന്നല്ലേ നമുക്ക് പൈസ കടമൊക്കെ തീർക്കാൻ പറ്റുള്ളൂ. അപ്പം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ശ്രുതി ഇപ്പം കല്യാണത്തിന് മുഹൂർത്തമല്ല, അതിന് മുന്നേ വേഗം ഇങ്ങനെ കല്യാണ മുഹൂർത്തത്തിന് മുന്നേ വേഗം വരാനൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ ഇങ്ങനെ ഫോൺ വിളിക്കുവാണ് രേവതി. അപ്പോൾ രേവതിയോട് പറയുന്നുണ്ട്, നീ അവിടെ കിടന്ന് ഇതിനിടെ കിടന്ന് കഷ്ടപ്പെടുകയൊന്നും വേണ്ട, നീ അവിടെ ചെന്ന് എവിടെയെങ്കിലും റെസ്റ്റ് എടുത്താൽ ഇരിക്കാനൊക്കെ നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം രേവതിയുടെ അമ്മ ഇങ്ങനെ രേവതിയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം നിന്നോട് സച്ചി ദേഷ്യപ്പെടുമോ, അതൊന്നും നിന്നോട് ഭയങ്കര സ്നേഹമാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേവതി ഇങ്ങനെ അമ്മയും കൂടെ മാല കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ പറയും, എന്നോട് നല്ല സ്നേഹമാണ്, ഇപ്പോൾ എന്നോട് വഴക്കൊന്നും ഇടുന്നില്ല എന്ന് പറയും. അപ്പോഴത്തേക്ക് രേവതിയുടെ അടുത്ത് വന്നേച്ച് രവീന്ദ്രൻ പറയുന്നുണ്ട്, പെണ്ണ് റെഡിയായോ, ശ്രുതി റെഡിയായോ എന്ന് ചെന്ന് നോക്കാൻ പറയുന്നു. അപ്പോഴത്തേക്ക് ശ്രുതി റെഡിയാകാതെ ഇങ്ങനെ നിൽക്കും.